പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിന് പിന്നാലെ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ദുരൂഹ മരണം വീണ്ടും ചർച്ചയാവുകയാണ്. ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തതോടെ മരണം കൊലപാതകമെന്ന് ആവർത്തിക്കുന്നു കുടുംബം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പിതാവ് KC ഉണ്ണി പറഞ്ഞത്. ഏതായാലും പെരിന്തൽമണ്ണ കവർച്ച കേസ്, അതിന്റെ പശ്ചാത്തലത്തിൽ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയാകുന്നു. പക്ഷേ കവർച്ച കേസിൽ പുതിയ അന്വേഷണം വേണ്ട എന്ന വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കാണാം. ഫാമിലി ഫ്രണ്ടായിരുന്നു. അവർ ഫാമിലി ഫ്രണ്ടാണ്. ബാലഭാസ്കറിൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ അതായത് ഇവർ ഫാമിലി ഫ്രണ്ടാണ്. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുള്ളതാണ്. രണ്ട് വീട്ടിലും അങ്ങോട്ടും പോകാറുള്ളതാണ്. അപ്പം അന്ന് രാത്രി പോകുമ്പോൾ ഇവൻ കൂടെ ഡ്രൈവറായിട്ട് പോയി എന്നുള്ളൂ. ഡ്രൈവറായിട്ട് അല്ല, കൂടെ പോയി. ഈ സംഭവ സമയത്ത് വണ്ടി ഓടിച്ചിരുന്നു. മാറി മാറി ഓടിച്ചിരുന്നവർ. അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട്. അഷ്കർ, ഈ പെരിന്തൽമണ്ണ കവർച്ച കേസിൽ അർജുൻ പിടിയിലായതോടെയാണല്ലോ വീണ്ടും ഈ സംശയങ്ങൾ ബലപ്പെടുന്നതും കുടുംബം ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയും ചെയ്യുന്നത്. നിരവധി കേസുകളിൽ പ്രതിയാണ് അർജുൻ എന്നാണ് കുടുംബം പറയുന്നത്. ഇതിൽ ഇനി ഒരു അന്വേഷണം വേണ്ട എന്ന പോലീസ് നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ്? വിനീത, 2 വർഷത്തോളം നീണ്ട ഒരു ആസൂത്രണത്തിനും ഗൂഢാലോചനയ്ക്കും ഒടുവിലാണ് ഈ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച തട്ടിപ്പ് നടക്കുന്നത്. 3 കിലോ സ്വർണ്ണങ്ങളാണ് സ്വർണ്ണ മണിത്തരത്തിൽ ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് വീഴ്ത്തി ഈ പ്രതികൾക്ക് വരുന്നത്. അതിൽ 17 പ്രതികൾ, 13 പേർ അറസ്റ്റിലായിരിക്കുന്നു. ആ 13 പേരിൽ ഒരാളാണ് അർജുൻ. ഈ അർജുൻ്റെ കേസിലെ പങ്ക് എന്ന് പറയുന്നത് കവർച്ച ചെയ്ത സ്വർണ്ണവുമായി പോയ സംഘത്തെ ചെറുപ്പശ്ശേരിയിൽ നിന്നും പിന്നീട് മറ്റൊരു പ്രതിയുടെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും അതിൽ ഗൂഢാലോചന പങ്കാളിയായി എന്നുള്ളതാണ് ഈ അർജുൻ്റെ ഈ കേസിലെ പങ്ക് എന്ന് പറയുന്നത്. ഇതിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ വിനീത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലഭാസ്കറിൻ്റെ മരണം മുതൽ തന്നെ ഏറ്റവും കൂടുതലായി കുടുംബം അടക്കം ഉയർത്തിയ ഒരു ആരോപണമായിരുന്നു ഈ അർജുന് സ്വർണ്ണക്കട സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളത്. ആ ബന്ധം ഈ കേസിൽ വ്യക്തമായി സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഒരു ജ്വല്ലറി കവർച്ച ഇല്ലെങ്കിൽ ഒരു സ്വർണ്ണ കവർച്ച കേസിൽ തന്നെ ഇപ്പോൾ അർജുൻ പ്രതികരിക്കുന്നു. അഥവാ അന്ന് ഉയർന്ന ആരോപണങ്ങൾ ഇന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ആ കേസ് കൂടി അന്വേഷിക്കണമെങ്കിൽ ബാലഭാസ്കർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി വേണമെന്നുള്ള ആവശ്യം ഉയർന്നത്. എന്നാൽ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന, പെരിന്തൽമണ്ണയിലെ കവർച്ച കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘവും പോലീസും വ്യക്തമാക്കുന്നത് ആ കേസുമായി, അല്ലെങ്കിൽ ബാലഭാസ്കർ കേസുമായോ അല്ലെങ്കിൽ അന്നത്തെ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തുമ്പും ഒരു തെളിവും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട ആവശ്യം ഈ അന്വേഷണ സംഘത്തിനില്ല. മാത്രമല്ല, അർജുൻ നിലവിൽ ഈ കേസിൽ പ്രതിയാണ് എന്നതുകൊണ്ട് തന്നെ അർജുൻ മറ്റേതെങ്കിലും കേസിൽ പ്രതികളായതിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസുകളുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്തം നിലവിൽ ഈ അന്വേഷണ സംഘത്തിനില്ല. അതുകൊണ്ട് മാത്രമാണ് ആ കേസുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം ഇനി വേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരമൊരു അന്വേഷണം നടത്തേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പെരിന്തൽമണ്ണയിലെ പോലീസ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പോലീസ് എത്തിയിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നേരത്തെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ബാലഭാസ്കർ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന CBI അടക്കമുള്ള സംഘത്തിന് നിലവിൽ അർജുൻ്റെ ഈ സ്വർണ്ണക്കട സംഘങ്ങളുമായി ഉള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ അത്തരം പരിശോധനയ്ക്കുള്ള, അത്തരം കേസ് അന്വേഷണത്തിലുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അത്തരം അന്വേഷണത്തിലേക്ക് CBI അടക്കമുള്ള സംഘം പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അതിനപ്പുറത്തേക്ക് ഈ പെരിന്തൽമണ്ണയിലെ കവർച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇല്ലെങ്കിൽ അതും ബാലഭാസ്കറും മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷണം ഇല്ല എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കും ഈ പെരിന്തൽമണ്ണ പോലീസോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ DYSP അടങ്ങുന്ന അന്വേഷണ സംഘമോ നീങ്ങുകയും ചെയ്യുന്നില്ല. വിനീത, ശരി, ഏതായാലും അർജുന്റെ ബന്ധം ഇതിൽ എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കപ്പെടണം. സ്വർണ്ണക്കടത്ത് സംഘവുമായി അർജുന് ബന്ധമുണ്ട് എന്ന കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കുടുംബത്തിന്റെ ആരോപണങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. CBIക്കെതിരെ പോലും ബാലഭാസ്കറിന്റെ പിതാവ് വിമർശനം ഉയർത്തുന്നു. തുടർ നിയമ നടപടികളിലേക്ക് അദ്ദേഹം പോവുകയാണ്. അഷ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CBI ഇക്കാര്യങ്ങൾ ഇനി ഏത് രീതിയിലായിരിക്കും അന്വേഷിക്കുക എന്നതുൾപ്പെടെ നമുക്കറിയണം. പുനരന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി ബാലഭാസ്കറിന്റെ പിതാവ് ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളിൽ അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും മറ്റ് നിയമ നടപടികളിലേക്ക് പോകുക എന്നാണ് കുടുംബം പറയുന്നത്. ഏതായാലും ദുരൂഹത നീങ്ങുന്നില്ല. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പങ്ക് എന്ത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്.